എനിക്ക് ചൊല്ലണേ. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരീരം എന്നത് ദൈവിക ദാനം ആണെന്ന തിരിച്ചറിവോടെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായും അകലം പാലിക്കും. ഞാൻ എന്റെ ആരോഗ്യത്തിനും ഭാവിക്കുമായി മയക്കുമരുന്നുകളും മദ്യവും ഒഴിവാക്കുകയും എന്റെ സുഹൃത്തുക്കളെയും സഹപാഠികളെയും മയക്കുമരുന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. മയക്കുമരുന്ന് രഹിതവും ആരോഗ്യകരമായ ഒരു സമൂഹം നിർമ്മിക്കാനുള്ള പരിശ്രമത്തിൽ ഞാൻ എന്റെ പങ്ക് വഹിക്കും. മയക്കുമരുന്ന് വിമുക്ത സമൂഹം നിർമ്മിക്കാൻ ഞാൻ എന്റെ പങ്ക് വഹിക്കുകയും എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് അതിനായി പ്രവർത്തിക്കുമെന്നും ക്രിസ്തു സ്നേഹത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കഴിക്കാൻ പറ്റുന്ന സാധനമാണോ? കഴിച്ചാൽ എന്നാ കുഴപ്പം? എന്നാ കുഴപ്പം? പൈക്കൊക്കെ ഒരു പോവാമോ? എന്തോ ദൈവം ജീവിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം, അല്ലേ? ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ ശരീരത്തെ അശുദ്ധമാകുന്ന ഒരു കാര്യവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇത് പല രീതിയിൽ നിങ്ങളുടെ സമീപത്തെത്തും. നിങ്ങളുടെ കൂട്ടുകാരിലൂടെ, നിങ്ങളുടെ പരിചയക്കാരിലൂടെ, പരിചയമില്ലാത്തവരിലൂടെ, അല്ലേ? ചില കടകളിലൂടെ, ചില മധുര സാധനങ്ങളിൽ, മിഠായി അല്ലെങ്കിൽ മറ്റു പല ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ ചില പൂവിൽ പോലും ഉണ്ടെന്നാ പറയുന്നത്. ചില ഈ മുല്ലപ്പൂവൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ വഴിതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒത്തിരി സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ ഒരു ചെയിനകത്ത് നിങ്ങൾ പെടുവാനുള്ള സാധ്യത നിങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ ക്യാമ്പസുകളിൽ, സ്കൂളിലും